മുക്കത്ത് നടക്കുന്ന ഫിലിം ഫെസ്റ്റിവലിലാണ് ഇപ്പോൾ പ്രശാന്ത് ഈഴവനുള്ളത്. പ്രഥമ PK റോസി പുരസ്കാരം നേടിയിരിക്കുന്ന ഒരു ജാതി പിള്ളേരാണിഷ്ട എന്നുള്ള സിനിമയുടെ സംവിധായകനാണ്. ഇതിൽ ആദ്യമായിട്ട് ചോദിക്കാനുള്ള ഈ സിനിമ മുന്നോട്ട് വെക്കുന്ന ഒരു സാമൂഹിക രാഷ്ട്രീയ നിരീക്ഷണമുണ്ട്. സാധാരണ രീതിയിൽ ഫിക്ഷനാണ് സിനിമയായിട്ട് വരാറുള്ളത്. ഇതിൽ കാര്യം വെട്ടിത്തുറന്ന് പറഞ്ഞ് ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ കൃത്യമായിട്ട് അടയാളപ്പെടുത്തിക്കൊണ്ടാണ് ഈ സിനിമയിലുള്ള സന്ദേശം മെസ്സേജ് കൈമാറുന്നത്. ആ രീതിയിൽ ഒരു സിനിമ നിർമ്മിക്കാനുണ്ടായ ഒരു പ്രചോദനം എന്തായിരുന്നു? കാരണം ഈ സിനിമ ഒരു രാഷ്ട്രീയ ആശയം മുൻനിർത്തിയാണ് ഈ സിനിമ നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ ആ ആശയം കൃത്യമായി ആളുകൾക്ക് ബോധ്യപ്പെടണം. അപ്പോൾ നമ്മൾ ഈ പ്രതീകാത്മകമായൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നിൽക്കില്ല. പിന്നെ എൻ്റർടൈൻമെൻറ്റ് എലമെൻറ്റ്സ്, പാട്ട്, കുട്ടികളുടെ തമാശ, പ്രേമൊക്കെ ഉപയോഗിച്ചേക്കുന്നത് അതുകൊണ്ടാണ്. കാരണം വലിയൊരു രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന സിനിമയാണ്. അപ്പോൾ ആ രാഷ്ട്രീയം ആരിലേക്കാണ് എത്തേണ്ടത്, അതെത്തണമെങ്കിൽ ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ അത് എത്തുള്ളൂ എന്നുള്ള ഉത്തമ ബോധ്യം. കാരണം ഞാൻ കഴിഞ്ഞ 10 വർഷമായിട്ട് സിനിമ വർക്ക് ചെയ്യുന്ന ആളാണ്. എൻ്റെ മുഴുവൻ എൻ്റർടൈൻമെൻറ്റ് സിനിമകളിൽ വർക്ക് ചെയ്തത്. അപ്പോൾ ആ ഒരു രീതിയിൽ ഇത് പ്രയോഗിച്ചാൽ മാത്രമേ ഇത് ഈ ആളുകളിലേക്ക് എത്തുള്ളൂ. ഈ സിനിമ ഉദ്ദേശിക്കുന്നത് ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധ്യതയുള്ളൂ എന്നുള്ളതാണ് ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് പറയാൻ തീരുമാനിച്ചത്. പ്രശാന്തിൻ്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം എന്താണ്? ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ CPIയുടെ സജീവ പ്രവർത്തകനായിരുന്നു. AISFൻ്റെ തൃശ്ശൂർ ജില്ലാ പ്രസിഡൻ്റായിരുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ജോയിൻറ്റ് സെക്രട്ടറിയാണ്. പിന്നെ ഒരു CPI കുടുംബമായിരുന്നു എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കുടുംബത്തിലെ ഇപ്പോഴും CPIക്കാരായിട്ട് വലിയ സൗഹൃദത്തിൽ ഇപ്പോഴും വലിയ സൗഹൃദമാണ് എനിക്ക്. അവരായിരിക്കും ചിലപ്പോൾ എൻ്റെ ഒരു പകുതിയോളം ക്രൗഡ് ഫണ്ടിങ് ആയിരുന്നു. ഏകദേശം ഒരു പകുതി ഫണ്ടോളം എനിക്ക് അവരായിരിക്കും തന്നു സഹായിച്ചു. ഇത്തരം ഒരു വിഷയം എടുത്ത് കൈകാര്യം ചെയ്യാൻ ഈ AWS എന്നുള്ളൊരു വിഷയം വന്നതിന് ശേഷം, പ്രത്യേകിച്ചും കേരള സർക്കാർ ഇത്രയും ധൃതിപ്പെട്ട് അത് നടപ്പിലാക്കാനൊക്കെ ശ്രമിച്ച സമയത്ത് വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ കുടുംബപരമായിട്ടോ അല്ലെങ്കിൽ കൂട്ടുകാരുടെ ഇടയിലൊക്കെ ഇത് നേർക്കുനേരെ ബാധിച്ച ആരെങ്കിലും ഉണ്ടായിരുന്നു? ഉറപ്പായിട്ടും. കാരണം നമ്മുടെ ചുറ്റുവട്ടത്തുള്ള കുട്ടികൾ, സുഹൃത്തുക്കളുടെ പിള്ളേർ, എൻ്റെ ഒരു കൂട്ടുകാരുടെ അധ്യാപക ജോലിയിൽ വരെ അത് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. കോളേജിലേക്ക് വന്നപ്പോൾ ഒരു +2 ടീച്ചറാണ്. കോളേജിലേക്ക് വന്നപ്പോൾ അതൊരു പ്രശ്നം ഉണ്ടാകുന്ന രീതിയിൽ വന്നു AWS മൂലം. അപ്പോൾ ഞാൻ അർഹതപ്പെട്ടതാണ് നിഷേധിച്ചുകൊണ്ടിരിക്കുന്നത്. അതും ഈ പറയുന്ന സമൂഹത്തിലെ ഏറ്റവും പിന്നോക്കാവസ്ഥയിൽ ജീവിക്കുന്ന ബഹുഭൂരിപക്ഷത്തിനാണ് അഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല സത്യത്തിൽ പറഞ്ഞാൽ ഇടതുപക്ഷ പാർട്ടികൾ, CPI മാത്രമല്ല CPM നിന്ന് വരെ നമുക്ക് നാട്ടിൽ പിന്തുണ ഉണ്ടായിരുന്നു. ഒരു പക്ഷേ കാണാത്ത ആളുകൾക്ക് ഈ പടം മുന്നോട്ട് വെക്കുന്ന ആശയം എന്താണെന്നറിയില്ല. എന്താണ് ഇതിൽ പ്രധാനമായിട്ട് മുന്നോട്ട് വെക്കുന്ന മെസ്സേജ്? വെച്ചാൽ ഇങ്ങനൊരു സംവരണം എന്നൊരു ക്രൂരത AWS എന്ന് പറഞ്ഞാൽ പോരാ, സാമ്പത്തിക സംവരണം എന്ന് പറഞ്ഞാൽ പോരാ. ചിലർ ആ വാക്കുകൾ ഉപയോഗിക്കുന്നത് പറയുന്നത് സംവരണം എന്നൊരു ക്രൂരത നാട്ടിൽ അരങ്ങേറിയിട്ടുണ്ടെന്ന് നാട്ടുകാരെ അറിയിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ലക്ഷ്യം. അപ്പോൾ ഈ സംവരണം അനുകൂലിക്കുന്ന ആളുകൾ, പ്രത്യേകിച്ചും ഇത് എൻ്റർടൈൻ ചെയ്യുന്നത്, ഇത് കിട്ടുന്ന ആളുകൾക്കോട് എന്താ പറയാനുള്ളത്? അത്തരം ആളുകളോട് കിട്ടുന്ന സമുദായത്തിൽ ജനിച്ചു പോയവർ, അതായത് സമുദായങ്ങളിൽ ജനിച്ചു പോയവർ ഉൾപ്പെടെ ഇതൊരു നീതിയുടെ പക്ഷത്ത് നിന്നിട്ട് ഇതിൻ്റെ ഒപ്പം നിന്നിട്ടുണ്ട്. ഇപ്പോൾ ഇടതുപക്ഷത്തിൽ ഞാൻ പറയുന്നത്, എൻ്റെ നാട്ടിലെ ഇടതുപക്ഷത്തിൽ ഒരുപാട് പേര് ഇതിനോടൊപ്പം നിന്നുകൊണ്ടാണ് സിനിമ പൂർത്തീകരിക്കുന്നത്. ഞാൻ പറഞ്ഞത് ഈ EWS കൊണ്ട് കിട്ടുന്ന മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ട പാവപ്പെട്ട കുട്ടികൾക്ക് അത് അർഹതപ്പെട്ട എന്ന് വെച്ചാൽ അവരിത് അർഹതപ്പെട്ടവരാണെന്ന് അവർ ഈ ഒരു നിയമം കാരണം വിചാരിക്കുന്നുണ്ട്. അവർക്കെതിരെ ഈ ഒരു സിനിമ ചിലത് പറയുന്നില്ലേ എന്ന് അവർക്ക് തോന്നിയാൽ? അല്ല, അത് സ്വാഭാവികമാണ്. തോന്നി കഴിഞ്ഞാൽ അവരതിൻ്റെ നീതി തിരിച്ചറിഞ്ഞാൽ. എന്നോടൊരു ഇതിനകത്ത് താങ്ക്സ് കാർഡ് കിട്ടുന്ന ഒരു സമര സമുദായത്തിലെ കുട്ടിയുണ്ട്. അപ്പോൾ അവളോട് ഞാൻ പറയും, കിട്ടിക്കഴിഞ്ഞാൽ മേടിച്ചു, അല്ലാണ്ട് ഇപ്പം ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അവൾ IPS ചിലപ്പോൾ കിട്ടാൻ സാധ്യതയുള്ളൊരു അനീതി കൂട്ടുകാരിയാണ്. അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ അതിനകത്തൊരു അനീതി ഉണ്ടെന്ന് അവർ തിരിച്ചറിയാൻ അവരും കൂടി ഇതിൻ്റെ ഭാഗമാവുക എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ട്. വെറുതെ ഇതിൻ്റെ അകത്ത് കഥാപാത്രം പറയണ്ടല്ലോ എനിക്ക് ഈ അഡ്മിഷൻ വേണ്ടാന്ന്. അപ്പോൾ അതൊക്കെ ഒരു ഫാൻറ്റസിയാണ്, നടക്കണമെന്നില്ല. പക്ഷേ എങ്കിൽ പോലും ഈ സിനിമ മുന്നോട്ട് വെക്കുന്ന ഈ ആശയം വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആളുകൾ മനസ്സിലാക്കുന്നത് സംവരണം എന്ന് പറഞ്ഞാൽ സാമ്പത്തിക ഉന്നമനത്തിന് വേണ്ടിയാണെന്നുള്ളത്. അത് ആളുകൾ ഇപ്പോഴും അങ്ങനെ തന്നെ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളത് ഒരു പക്ഷേ ഈ ചിത്രവുമായി മുന്നോട്ട് പോകുന്ന സമയത്ത് പൊതുസമൂഹത്തിൽ നിന്നും വരുന്ന പ്രതികരണങ്ങൾ മനസ്സിലാക്കാൻ സാധ്യതയുണ്ടാവും. എന്തായിരുന്നു കൂടുതലും കിട്ടിയ അത്തരം പ്രതികരണങ്ങൾ? അല്ല, അത് കുറേ കാലങ്ങളായിട്ട് സംവരണമായിട്ട് കണക്ട് ചെയ്ത് അങ്ങനത്തെ ഒരു മാനിപ്പുലേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. സംവരണം എന്ന് പറഞ്ഞാൽ എന്തോ പാവപ്പെട്ടവനെ പണക്കാരനാക്കാനുള്ള ജോലി കിട്ടാനുള്ളതാണ്. അല്ലാണ്ട് റെപ്രസെൻറ്റേഷൻ്റെ പ്രശ്നമാണെന്നൊന്നും ഇവിടുത്തെ ഇത് കിട്ടുന്ന ഇത്രയും നാളും കിട്ടിയിരുന്നവർക്ക് ഒരു അറിയില്ല എന്നുള്ളതാണ് പ്രശ്നം അവരുടെ. അപ്പോൾ അതൊരു വലിയ പ്രതിസന്ധിയാണ്. പക്ഷേ ഇങ്ങനൊരു സിനിമ ഉണ്ടാകുമ്പോൾ ഇതിൽ നിന്ന് ഇങ്ങനത്തെ ചർച്ചകളുണ്ടാവും. ആ ചർച്ചകളുടെ ഭാഗമായിട്ട് നമുക്ക് സംവരണ ഇതിനാണ് റെപ്രസെൻറ്റേഷൻ്റെ ഭാഗമാണ്. ഇപ്പോൾ സ്ത്രീകൾക്ക് കുറേ കൂടി മനസ്സിലാവും. കാരണം ഇപ്പോൾ പറയില്ല, ഇവിടെ മുക്കം മുനിസിപ്പൽ ചെയർപേഴ്സൺ അല്ലെങ്കിൽ ചിലപ്പോൾ ഉണ്ടാവണമെന്ന് പോലും ഇല്ല, ഉണ്ടാവില്ല എന്നല്ല, ഉണ്ടാവണം നിർബന്ധമില്ല.
നമ്മളൊക്കെ നാടുകളിൽ എത്രയോ സ്ത്രീകൾ വനിതാ പഞ്ചായത്ത് മെമ്പർമാർ ചെയർപേഴ്സൺമാരൊക്കെ ആയിട്ട് വരുന്നു എന്നുള്ളത്. അതുപോലെ ദളിത് ചെയർപേഴ്സൺ, ദളിത് ചെയർമാൻ, ദളിത് വനിതാ ചെയർപേഴ്സൺ ഇല്ലെങ്കിലൊന്നും ഇവർക്ക് പ്രാതിനിധ്യം കിട്ടൂല. ഈ സത്യത്തിൽ ഈ പ്രാതിനിധ്യമാണ് സംവരണം. ഈ സംവരണം എന്നുള്ളത് അത് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ പോലും ആ ഒരു എഡ്യൂക്കേഷൻ അണികൾക്കോ അല്ലെങ്കിൽ സമൂഹത്തിനോ കൊടുക്കാതിരിക്കുന്നതിനുള്ള കാരണം എന്തായിരിക്കും? അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മുഖ്യധാര പാർട്ടികളൊക്കെ ഹിന്ദുത്വ, ഞാൻ അങ്ങനെ പറയുള്ളൂ, ഹിന്ദുത്വ കൈകാര്യം ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഹിന്ദുത്വ അജണ്ടകളിലേക്ക് അവർ അറിയാതെ, ചിലപ്പോൾ ബോധപൂർവ്വമായിരിക്കില്ല, അറിയാതെ വീഴ്ന്നു പോകുന്നുണ്ടുള്ള പ്രശ്നം. ഇപ്പോൾ നോക്കി, ഈ നിയമം പാസ്സാക്കിയത് പാർലമെന്റിലാണ്. കേരളത്തിൽ അതിനു മുമ്പ് ദേവസ്വം ബോർഡിൽ പാസ്സാക്കി. ഈ നിയമം പാസ്സാക്കിയത് എല്ലാ പാർട്ടികളും ഒരുമിച്ച് ചേർന്നാണ്. സത്യം പറഞ്ഞാൽ മുസ്ലിം ലീഗ് മാത്രമേ ഉള്ളൂ അതിനെ എതിർത്ത് വോട്ട് ചെയ്തത്. എല്ലാവരും ഒരുമിച്ച് വോട്ട് ചെയ്ത് പാസ്സാക്കിയത്. അപ്പൊ അവരുടെയൊക്കെ എങ്ങനെയോ അറിയാതെയോ അല്ലെങ്കിൽ അറിഞ്ഞുകൂടാ, അറിയാതെ മനഃപൂർവ്വം തന്നെ ആ രീതിയിലുള്ള ഒരു രീതിയിലാണോ ഇവരൊക്കെ തന്നെയും ജനങ്ങളോട് പറയുന്നത്? അതായത് സംവരണം എന്ന് പറഞ്ഞാൽ പ്രാതിനിധ്യമല്ല എന്നുള്ള ഒരു ബോധപൂർവമായ രീതിയിലുള്ള ഒരു തെറ്റിദ്ധരിപ്പിക്കൽ നടക്കുന്നു. അതുണ്ട്. അതിന്റെ പ്രശ്നം ഇപ്പൊ ഞാൻ പറയാച്ചെങ്കിൽ ഇവിടുത്തെ കേരളത്തിലെ പ്രധാനപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ CPM ഇത് ക്ലാഷ് ഉണ്ട്. ഇപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞു, CPIയുടെ കഴിഞ്ഞ ദേശീയ സമ്മേളനത്തിൽ ഇതിനെതിരെ പ്രമേയം പാസ്സാക്കി. ഇത് സാമ്പത്തിക സംവരണം എന്ന സംവരണം തെറ്റാണ്, സംവരണത്തിന് സമ്പത്തടി യാതൊരു ബന്ധമില്ല എന്ന് പറഞ്ഞു. പക്ഷെ അവരിവിടെ ഇടതുപക്ഷം ഇവരൊരുമിച്ചാണ് പാസ്സാക്കിയത്. ഇവരതിനെ കുറിച്ച് മിണ്ടുന്നില്ല. അപ്പൊ അതിനകത്തൊരു കാപട്യമുണ്ട്. ഒന്നാലോചിച്ച് ഒരു പാർട്ടിയുടെ ദേശീയ നയം പോലും അവർക്കിവിടെ പറയാൻ പറ്റുന്നില്ല സത്യസന്ധമായിട്ട്. അതൊരു വഞ്ചനയാണ്. അപ്പൊ ആ വഞ്ചനയ്ക്ക് മുന്നിൽ പല കാരണങ്ങളുണ്ടാകും. ചിലപ്പോൾ വോട്ടായിരിക്കാം, എന്നാൽ വോട്ട് കിട്ടുന്നുണ്ടോ ഈ ഭാഗങ്ങളിലെന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട്. അപ്പൊ സത്യസന്ധതയില്ലായ്മ പറയേണ്ടത്. ഒരു അവസാനമായിട്ടൊരു കാര്യം ചോദിക്കാനുള്ളത്, പലരും ഒരുപക്ഷെ ചോദിച്ചിരിക്കാം, ഇപ്പോഴും ഒരു ക്ലീശ പോലെ വരുന്നുണ്ട്, എന്ത് വിഷയങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലും സ്വാഭാവികമായിട്ടും അതിന് പിന്നിൽ ജമാഅത്ത് ഇസ്ലാമി ഉണ്ടോ എന്നുള്ളത്. ഈ സിനിമ കാണുമ്പോഴും കൂടുതൽ സമയവും മീഡിയ വണ്ണിൻ്റെ വാർത്തകൾ കാണിക്കുന്നു. അവസാനം ഫ്രാറ്റേണിറ്റിയുടെ ഒരു പരിപാടിയിൽ വെച്ചിട്ടാണ് ഒരു കുട്ടി അവസാനമായിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. എന്താണ് അങ്ങനെ ഒരു കണക്ഷൻ വന്നത്? അല്ല, അതിന്റെ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറേ വാർത്തകളുണ്ടായിരുന്നു. ഞാൻ ഇതിനകത്ത് ഞാൻ പറയില്ല, സിനിമ തുടങ്ങുന്നത് കേരളത്തിലെ ജാതി എന്തോരം കേരളത്തിൽ നിലനിൽക്കുന്നതിനെ കാണിച്ചുകൊണ്ടാണ്. കേരളത്തിലെ മുഖ്യമന്ത്രിനെ ജാതി ദുഷ്കരണം നടത്തിയത്, കേരളത്തിലെ ഡെപ്യൂട്ടി സ്പീക്കറിനെ അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ ജാതി ദുഷ്കരണം നടത്തി. അവസാനമാണ് ഈ നമ്മുടെ സിനിമ ഉയർത്തുന്ന വിഷയത്തിലേക്ക്, അതായത് വിദ്യാഭ്യാസത്തിലും തൊഴിലിടങ്ങളിലും ഈ പറയുന്ന സംവരണം അങ്ങനെ ബാധിച്ചു എന്നുള്ള ന്യൂസ് ക്ലിപ്പിങ്ങിലേക്ക് പോകുന്നത്. അത് പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഇതിന് അഡ്രസ്സ് ചെയ്തിരിക്കുന്നത് മീഡിയ വണ്ണാണ്. അഡ്രസ്സ് ചെയ്ത് ഇപ്പോൾ കേരളമുദ്ര ന്യൂസ് കട്ടുണ്ട്, കേരളമുദ്ര, ഏഷ്യാനെറ്റിൻ്റെ ഉണ്ട്, 24 ഉണ്ടായിരുന്നു. അത് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞാൽ 24 കൃത്യമായിട്ട് VT ബൽറാം ചോദിക്കുന്നൊരു വിഷയമുണ്ട്. VT ബൽറാം ഇതിൻ്റെ ഉള്ളിൽ നിന്നില്ല, അപ്പോൾ കോൺഗ്രസ് നടപ്പിലാക്കിയല്ലേ. VT ബൽറാം ഒരു സവർണനുമാണ്. VT ബൽറാം ഒരു നായർ സമുദായത്തിൽ ജനിച്ച ആളാണെന്ന് ഞാൻ മനസ്സിലാക്കി. സവർണ സമുദായം അദ്ദേഹത്തിന് ഇതിന് നിരന്തരം പറഞ്ഞ ആളാണ്. ഇടതുപക്ഷത്തിലുണ്ട്. ഇടതുപക്ഷത്തിൽ ഞാൻ പറഞ്ഞാൽ മുഖ്യധാരാ നേതാക്കളാരും പറയില്ല. പക്ഷെ സുനിൽ പിള്ളയിടം പോലുള്ള CPMന്റെ സാംസ്കാരിക വിഭാഗം കൈകാര്യം ചെയ്യുന്നവരൊക്കെ ഇതിനെതിരാണ് പറയുന്നത്. അപ്പം പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏഷ്യാൻ്റെ ന്യൂസ് ഉണ്ട്, എല്ലാ ന്യൂസും ഉണ്ട്. പിന്നെ മീഡിയ വണ്ണിലൊക്കെ ന്യൂസ് അവസാനം കുറച്ച് ക്ലിപ്പിങ്ങൾ കൂടുതൽ, കാരണം അതിൻ്റെ അകത്താണ് കൃത്യം മെഡിക്കൽ, ഞാൻ പിടിച്ചെടുക്കണമല്ല, മെഡിക്കൽ, എഞ്ചിനീയറിങ്, LLB തുടർന്ന് കൃത്യമായ വിഷയങ്ങൾ അതിനകത്തെല്ലാം അതിനകത്ത് ഓരോന്നായിട്ട് ഉള്ളതുകൊണ്ടാണ്. പക്ഷേ അത് മാത്രമല്ല 24 ഞാൻ കളഞ്ഞതാണ്. ഏഷ്യാനെറ്റിൻ്റെ ഉണ്ട്. ഏഷ്യാനെറ്റ് ഫസ്റ്റ് തുടങ്ങുന്നത് സിന്ധു സൂര്യകുമാറിനെ വെച്ചിട്ട്.